ഹലോ, നമുക്കിപ്പോൾ ഇന്ന് കണ്ണൻ്റെ ലഞ്ച് ബോക്സ് നോക്കിയാലോ. ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ട് കറി ഉണ്ടാക്കിയോയെന്ന് ചോദിച്ചാൽ ഞാനങ്ങനെ പ്രത്യേകിച്ച് തലേദിവസം പ്ലാനൊന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നതുണ്ടാക്കാമെന്ന് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് വെക്കാറുണ്ട്, നാളെ അതുണ്ടാക്കാം, നാളെ ഇതുണ്ടാക്കാം എന്നൊക്കെ. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ അതൊന്നും ഉണ്ടാക്കത്തില്ല. അപ്പം ഞാനങ്ങനെ പ്രീ പ്ലാൻ ചെയ്യുന്ന പരിപാടിയേ ഇല്ല കേട്ടോ. എന്ത് സാധനം പ്ലാൻ ചെയ്താലും അതൊക്കെ ഫ്ലോപ്പ് ആവും, അതാണ് കാര്യം. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണെന്നറിയോ, ഈ ഒരു കളർ കാണുമ്പോൾ എനിക്ക് നമ്മുടെ പൂക്കളം ഇടില്ലേ, അത്തക്കളം ഇടുമ്പോഴത്തേക്കും ഒരു പൂക്കളിങ്ങനെ എന്തായി ഒന്ന് ഉതിർത്തി വെക്കാന്നാണോ, അടർത്തി വെക്കില്ലേ, അടർത്തി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന പോലെയല്ലേ ഇരിക്കുന്നത്. അത് ക്യാബേജാണ് കേട്ടോ, നമ്മുടെ കളർ ക്യാബേജ് എന്ന് ഞങ്ങൾ അതിനെ വിളിക്കും. അതിന് ശരിക്കും എന്താ പറയണമെന്ന് അറിയില്ല. ഒരു വയലറ്റ് കളറിലെ ക്യാബേജ് ഇല്ലേ, അതാണ് സാധനം കേട്ടോ. ഇതൊക്കെ പിന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ വഴുതനങ്ങയാണ് ഈ മെഴുക്ക് പുരട്ടി. ജസ്റ്റ് എണ്ണ മാത്രം ഒഴിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, റോസ്റ്റ് പോലെ ആക്കിയൊക്കെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, കഴിച്ച് നോക്കിയപ്പോൾ നല്ല രുചിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാം ഇപ്രാവശ്യം ഒരു സ്പൂൺ വീതം മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം ഉച്ചയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ലതാണോ എങ്ങനെയാണെന്ന് അറിയാമല്ലോ എന്ന് വെച്ചിട്ട്. ഇത് പിന്നെ അമ്മച്ചിയുടെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ പാവയ്ക്ക അച്ചാറാണ് കേട്ടോ. അത് ഇത്രേ ഉള്ളൂ, ഈ കാണുന്ന ടിന്നിൽ ചെറുതേ ഉള്ളൂ. അതെന്നാണെന്നറിയില്ല കേട്ടോ, നൈസായിട്ടൊന്ന് വെച്ചിട്ട് പൂപ്പലായി തുടങ്ങി. പൂപ്പലിങ്ങനെ വന്നു, അപ്പം തന്നെ ഞാനത് കോരിക്കളഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച്. അപ്പോൾ കട്ടയായി. ഫ്രീസറിലല്ല, ജസ്റ്റ് ഫ്രിഡ്ജ് വെച്ചപ്പോൾ തന്നെ അതിൻ്റെ മേളുള്ള ഭാഗമൊക്കെ കട്ട പിടിച്ച പോലെ, എന്ന് വെച്ചാൽ ഇങ്ങനെ ആ എണ്ണ ഭാഗം ഇങ്ങനെ ഇവിടുന്ന് കട്ടയാവില്ല അങ്ങനെ. പിന്നെ ഇത് 2 ദിവസം കൊടുക്കാനേ ഉണ്ടാവുള്ളൂ, കാരണം ആ കാണുന്ന കുപ്പിയിലുള്ളതേ ഉള്ളൂ, അപ്പോൾ തന്നെ തീരും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എല്ലാ സാധനവും സ്പെഷ്യലാണ്. പിന്നെ ചിക്കൻ ഫ്രൈ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആണ് കണ്ണൻ്റെ മെയിൻ സാധനം. അപ്പോൾ എന്തെങ്കിലും ഒരു നോൺ വെജ് വേണം, ഇവൻ മുട്ട ആയാലും. അപ്പോൾ എൻ്റെ ഇപ്പോൾ ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ചിക്കനും കൂടി വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. തുറക്കുമ്പോഴത്തേക്ക് ഒരു സന്തോഷം പറഞ്ഞാലോ അങ്ങനെ. എനിക്കാണെങ്കിൽ ചിക്കൻ ഫ്രൈ കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഫ്രൈ. ഇങ്ങനെ വറുക്കുന്ന ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ പച്ച സവോളയും കൂടി അരിഞ്ഞ് വെക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ ഇത് സവോള അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കും ഡള്ളാവും. പിന്നെ ഇത്ര ഉണ്ട്, ഇതിനകത്ത് സ്ഥലമേ ഇല്ല കണ്ടോ. അപ്പോൾ പിന്നെ ഞാൻ സവോളയും കൂടി എങ്ങനെ വെക്കും. മുട്ട ഞാൻ എവിടെ വയ്ക്കും കണ്ണാന്നാണ് ചോദിച്ചത്. കുഴപ്പമില്ല, അതിൻ്റെ പുറത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞു. എനിക്കിത് കണ്ടപ്പോൾ ശരിക്കും അത്തക്കളാണ് കേട്ടോ ഓർമ്മ വന്നത്. ശരിക്കും എനിക്ക് വട്ടത്തിൽ അത്തക്കളാണ് ഓർമ്മ വന്നത്. അപ്പം നിങ്ങൾ പറയുക, നിങ്ങളുടെ ലഞ്ച് ബോക്സിൽ ഇപ്പോൾ എന്തായാലും ഊണെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ നിങ്ങളുടെയൊക്കെ ലഞ്ച് ബോക്സിൽ എന്തായിരുന്നു കറി എന്ന് കമൻറ്റ് ചെയ്യൂ, നമുക്ക് നോക്കാമല്ലോ കറിയൊക്കെ എന്തായിരുന്നു എന്ന്. അപ്പോൾ കണ്ണൻ്റെ ലഞ്ച് ബോക്സിൽ ഇത്ര കറിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.